വിചിത്ര ജീവികൾക്ക് പേരുകേട്ട ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് സൈഡിലും കൂടാതെ ടാസ്മേനിയയിലും മാത്രം കാണാൻ സാധിക്കുന്ന വിചിത്ര രൂപമുള്ള ജീവിയാണ് പ്ലാറ്റിപ്പസ്. ഇവയ്ക്ക് താറാവുകളുടേതുപോലുള്ള കൊക്കുകളും നീർനായുടേതുപോലുള്ള ശരീരവും ബീവറുകളുടേതുപോലുള്ള വാലുമാണുള്ളത്. ഇവയുടെ രൂപത്തിന് ഇങ്ങനെ വ്യത്യസ്ത ജീവികളുടെ ശരീരഭാഗങ്ങളുമായി സാമ്യമുണ്ട് എന്നത് മാത്രമല്ല ഇവയെ വിചിത്രമാക്കുന്നത്. മോണോട്രീംസ് എന്ന വിഭാഗത്തിൽ തരംതിരിച്ചിട്ടുള്ള മുട്ടയിടുന്ന ഒരു അർദ്ധജല സസ്തനി അഥവാ മാമൽസ് ആണ് പ്ലാറ്റിപ്പസുകൾ. കൂടാതെ മറ്റ് സസ്തനികളെപ്പോലെ കുഞ്ഞുങ്ങളെ പാലൂട്ടാനും ഇവയ്ക്ക് സാധിക്കും. എന്നാൽ മറ്റ് സസ്തനികളെപ്പോലെ ഇവയ്ക്ക് അതിനായി നിപ്പിൾസ് ഇല്ല. എന്നാൽ ഇവയുടെ നെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വിയർപ്പ് പോലെ പാൽ പുറപ്പെടുവിച്ചാണ് ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നത്. ചെറിയ മീനുകളെയും പ്രാണികളുടെ ലാർവകളെയും പുഴുക്കളെയും കൊഞ്ചുകളെയും ആഹാരമാക്കുന്ന ഇവയ്ക്ക് പക്ഷേ സ്റ്റൊമക് അതായത് ആമാശയം ഇല്ല. എന്നാൽ പ്ലാറ്റിപ്പസുകളിൽ മാത്രമല്ല മോണോട്രീംസിലുള്ള എല്ലാ സസ്തനികളിലും പരിണാമഘട്ടത്തിൽ ആമാശയം നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. കൂടാതെ ചില മത്സ്യങ്ങളിലും ഇതുപോലെ ആമാശയം കാണാൻ സാധിക്കില്ല. മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ആമാശയം ആവശ്യമായി വരുന്നത് ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പ്ലാറ്റിപ്പസുകളുടെ ആഹാരം വളരെ മൃദുവായതിനാൽ അത് പ്രത്യേകം ദഹിപ്പിക്കാതെ തന്നെ ഫാറ്റും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ ഇവയ്ക്ക് ആമാശയത്തിന്റെ ആവശ്യം വരുന്നില്ല. ആമാശയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു ദിവസം 12 മണിക്കൂറോളം ആഹാരം കഴിക്കേണ്ടതായി വരും. അതിനാൽ ഇവ ഒരു ദിവസം ഇവയുടെ ശരീരഭാരത്തിന്റെ 30%-ലും അധികം ആഹാരം കഴിക്കാറുണ്ട്. അതിലൂടെ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊഴുപ്പ് സൂക്ഷിച്ചു വെക്കുന്നത് ഇവയുടെ വാലിലാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന കൊഴുപ്പാണ് പിന്നീട് ഭക്ഷണത്തിന് കുറവുണ്ടാകുമ്പോൾ അതിജീവിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ നീന്തുമ്പോൾ ഇവയുടെ വാൽ ഒരു സ്റ്റെബിലൈസറായി പ്രവർത്തിക്കുന്നു. കൂടാതെ മേൽ പ്ലാറ്റിപ്പസുകളിൽ നഖം പോലുള്ള ഈ വസ്തു കൊണ്ട് വിഷം കുത്തിവെക്കാനും ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഇങ്ങനെ കുത്തിവെക്കുന്ന വിഷം മനുഷ്യന്റെ മരണത്തിന് കാരണമാകാനുള്ള സാധ്യത കുറവാണെങ്കിലും നാളുകളോളം നീണ്ടുനിൽക്കുന്ന അതിശക്തമായ വേദന ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. ഇവയുടെ മറ്റൊരു കഴിവാണ് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത് പോലെ ഇവയ്ക്ക് ചെവികളും അടയ്ക്കാൻ സാധിക്കും. അതിനാൽ ഇവ ആഹാരം തേടുന്നതിനായി വെള്ളത്തിലിറങ്ങുമ്പോൾ ഇവർ കണ്ണുകളും ചെവികളും അടച്ച് ഇവയ്ക്ക് ചുറ്റുമുള്ള വളരെ ചെറിയ ചലനങ്ങൾ പോലും സെൻസ് ചെയ്യാൻ സാധിക്കുന്ന ഇവയുടെ ചുണ്ടിലുള്ള റിസപ്റ്റേഴ്സുകൾ ഒരു റഡാർ പോലെ പ്രവർത്തിപ്പിച്ചാണ് ഇവർ ഇരപിടിക്കുന്നത്. ഇവർ ജീവിക്കുന്ന വാസസ്ഥലത്തിനും അവിടെയുള്ള ആഹാരത്തിന്റെ ലഭ്യതയുടെ അളവിനും അനുസരിച്ച് ഇവയുടെ നീളവും ഭാരവും വ്യത്യസ്തമായിരിക്കുമെങ്കിലും ഒരു ശരാശരി മേൽ പ്ലാറ്റിപ്പസിന് 1.5 കിലോഗ്രാം മുതൽ 3 കിലോഗ്രാം വരെ ഭാരവും 50 സെന്റിമീറ്റർ വരെ നീളവും ഉണ്ടാവും. ഇനി ഫീമെയിൽ പ്ലാറ്റിപ്പസുകളിൽ നീളം 43 സെന്റിമീറ്റർ വരെയും ഭാരം 1 കിലോഗ്രാം മുതൽ 1.7 കിലോഗ്രാം വരെയുമാണ്. ഇവയുടെ ശരാശരി ആയുസ് എന്നത് 12 മുതൽ 20 വർഷം വരെയാണ്. ഈ ജീവികളുടെ സാന്നിധ്യം സയന്റിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. കാരണം 12 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയം മുതലേ ഇവ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ മനുഷ്യർക്ക് മുമ്പേ ഭൂമിയിൽ ജന്മം കൊണ്ടതും ഇപ്പോഴും അതിജീവിക്കുന്നതുമായ ചുരുക്കം ചില സസ്തനി കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് വിചിത്രതകൾ നിറഞ്ഞ ഈ പ്ലാറ്റിപ്പസുകൾ.